മാത്യു കുഴൽനാടൻ ഇന്നലെ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പിങ്ങില് പിന്നെ ഈ 2018 പ്രളയം സർക്കാർ നിർമ്മിതമാണെന്ന് അന്ന് തന്നെ കണ്ടെത്തിയതാണ്. അതിന്റെ കാരണം വിശദമാക്കിയിരിക്കുകയാണ്. ഇപ്പം സർക്കാരിന്റെ വീഴ്ച എന്നുള്ള രീതിയിലാണ് 2018 ഈ പ്രളയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കേരള ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയായ ജേക്കബ് പി അലക്സിന്റെ റിപ്പോർട്ടിൽ ഇത് വളരെ കൃത്യമായിട്ടുണ്ടായി. മാത്രമല്ല, ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഹൈഡ്രോളജിസ്റ്റുകളും ഡാം എക്സ്പെർട്ടുകളും ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതി ഈ വിഷയം അന്വേഷിക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. കേരള സർക്കാർ ആ റെക്കമെൻഡേഷൻ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല, CAG റിപ്പോർട്ടിൽ സർക്കാരിന്റെ അനാസ്ഥയെക്കുറിച്ച് വളരെ ശക്തമായ ആരോപണങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും കൊണ്ട് കേരളത്തിലെ പ്രളയം 2018 പിന്നീടുണ്ടായതുമായിട്ടുള്ള പ്രളയം, അതിൽ 600ഓളം ആൾക്കാർ 2018 കൊല്ലപ്പെട്ടു. ഏറ്റവും കൂടുതൽ ആൾക്കാർ 500ഓളം പേര് ചെങ്ങന്നൂർ, ആറന്മുളയിൽ കുറച്ചേ ഉള്ളൂ, കൂടുതലും ചെങ്ങന്നൂർ ഭാഗത്താണ്. അവിടെ കൊല്ലപ്പെട്ടിട്ട് എന്നെ അതിശയിപ്പിക്കുന്നതൊന്നുമല്ല. കേരളത്തിലെ ജനത അത് ശ്രദ്ധിച്ചതേയില്ല. മരണപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾക്ക് ഒരു പരാതിയുമില്ല.